വർഷങ്ങളായി കാടുകയറി നശിച്ചുകിടക്കുന്ന കായംകുളത്തെ കൃഷ്ണപുരം സാംസ്കാരിക കേന്ദ്രം നവീകരിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ മാറ്റുമെന്ന് മന്ത്രി എം ലിജു സാംസ്കാരിക കേന്ദ്രം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശോച്യാവസ്ഥയിലായ പ്രദേശം കാട് വെട്ടിത്തെളിച്ച് 2 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായും വൃത്തിയാക്കാൻ DTPC സെക്രട്ടറിക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി. വർഷങ്ങളായി കാട് കയറി നശിച്ചു കിടക്കുന്ന കായംകുളത്തെ കൃഷ്ണപുരം സാംസ്കാരിക കേന്ദ്രം നവീകരിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ മാറ്റുമെന്ന് മന്ത്രി എം ലിജു പറഞ്ഞു. സാംസ്കാരിക കേന്ദ്രം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. അതിർത്തി ചിറയിലുള്ള ടൂറിസം DTPCയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലം ഇത് ആകമാനം നശിച്ചു കിടക്കുകയാണ്. ഇവിടെയുള്ള നിരവധി കെട്ടിടങ്ങൾ പൊതുമുതലാണ് ഇവിടെ ഒരു സംരക്ഷണവുമില്ലാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അടിയന്തരമായി DTPC സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആദ്യം ഈ പ്രദേശം മുഴുവൻ വൃത്തിയാക്കാൻ. ഇവിടെ കാട് കയറി സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്ന ഈ പ്രദേശത്തിന് ആവശ്യമായ അടിസ്ഥാനപരമായ ക്ലീനിങ് നടത്താൻ ഉള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അത് നടപ്പിലാക്കുമെന്നാണ് DTPC സെക്രട്ടറി എന്നെ അറിയിച്ചിട്ടുള്ളത്. 17-ാം തീയതി ജില്ലാ കളക്ടറേറ്റിൽ കായംകുളത്തെ വികസന പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം ഞാൻ വിളിച്ചിട്ടുണ്ട്. അന്ന് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ച നടക്കും. അതിന്റെ റിപ്പോർട്ടുകളെല്ലാം തന്നെ നേരത്തെ എത്തിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു മനോഹരമായ പ്രദേശത്തിന് അനുയോജ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തണം. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ കായംകുളത്തിന്റെ ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റും. ഇവിടെ കായംകുളത്ത് ജനങ്ങൾക്ക് വന്നു നിൽക്കാൻ പറ്റാവുന്ന ഏറ്റവും മനോഹരമായ ഒരു പ്രദേശമാണ്. ഇത് ഏറ്റവും സൂക്ഷിക്കാഞ്ഞതുകൊണ്ടാണ് ഇത്രമാത്രം കാട് കയറി തകർന്ന് ഒരു മനുഷ്യരും രക്ഷിക്കാനില്ലാതെ കോടിക്കണക്കിന് രൂപയുടെ പൊതുമുതൽ നോക്കാനില്ലാതെ വൃക്ഷങ്ങൾ വളർന്ന് പുല്ല് കയറി ഒരു സാമൂഹ്യ വിരുദ്ധ കേന്ദ്രമായി കിടക്കുന്നത് കാണുമ്പോൾ തന്നെ വലിയ ദുഃഖമുണ്ട്. തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ നവീകരിക്കാൻ ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് ഇതിനെ ഒരു പ്രശസ്തമായ ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റും. ശോച്യാവസ്ഥയിലായ പ്രദേശം കാട് വെട്ടിത്തെളിച്ച് 2 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായും വൃത്തിയാക്കിയെടുക്കാൻ DTPC സെക്രട്ടറിക്ക് മന്ത്രി അടിയന്തര നിർദ്ദേശവും നൽകി. കോടിക്കണക്കിന് രൂപയുടെ പൊതുമുതലാണ് യാതൊരു സംരക്ഷണവുമില്ലാതെ നശിക്കുന്നത്. കെട്ടിടങ്ങളെല്ലാം തകർച്ചയുടെ വക്കിലാണ്. കൃത്യമായ പരിപാലനമില്ലാത്തതിനാൽ കാട് കയറി കിടക്കുന്ന ഈ പ്രദേശം നിലവിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ്. വലിയ ദുഃഖമുണ്ടാക്കുന്ന ഈ അവസ്ഥയ്ക്ക് ഉടനടി പരിഹാരം കാണണമെന്നും മന്ത്രി വ്യക്തമാക്കി. നടപടികൾ വേഗത്തിലാക്കുമെന്ന് DTPC സെക്രട്ടറിയും ഉറപ്പ് നൽകിയിട്ടുണ്ട്. കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനായി ഈ മാസം 17-ന് ജില്ലാ കളക്ടറേറ്റിൽ പ്രത്യേക അവലോകന യോഗം ചേരും. കായംകുളത്തെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന യോഗത്തിൽ സാംസ്കാരിക കേന്ദ്രത്തിന്റെ നവീകരണവും വിശദമായി ചർച്ച ചെയ്യും. ഇതിനാവശ്യമായ റിപ്പോർട്ടുകൾ മുൻകൂട്ടി സമർപ്പിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. അനുയോജ്യമായ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളും നവീകരണ പദ്ധതികളും നടപ്പാക്കി ഈ പ്രദേശത്തെ കായംകുളത്തിന്റെ പ്രധാന സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. പൊതുജനങ്ങൾക്ക് ഒത്തുകൂടാൻ കഴിയുന്ന രീതിയിൽ ഏറ്റവും മനോഹരമായ ഒരു ഇടമാക്കി ഇതിനെ മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. നഗരസഭാ കൌൺസിലർ CS ഭാഷ, കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് രവി, കോൺഗ്രസ് നേതാവ് ചെറുപ്പുറത്ത് മുരളി എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. CDNet ന്യൂസ്, കായംകുളം.